ശ്രീ മോഹൻ വർഗീസ് മുതിർന്ന നേതാവാണ് പി ജെ കുര്യൻ, മുൻ KPCC അധ്യക്ഷനാണ്, നിലവിലെ പാർലമെന്റ് അംഗമാണ് കെ സുധാകരൻ. അപ്പോൾ ഇവരെയൊക്കെ രമേശിന്റെ പേരിന് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ്. കാരണം ഇതിനോട് ഈ പേര് പറയുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നതാണ് തിരഞ്ഞെടുപ്പ് ജനം വിധി എഴുതാൻ സമയമായിട്ടില്ല. ഇനിയും 2 ആഴ്ച കാലമുണ്ട്. ആ സമയത്ത് എത്തുന്ന ചിലരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ എന്നതിനപ്പുറത്തേക്ക് താങ്കൾ മറ്റെന്തെങ്കിലും രീതിയിൽ ഈ പരാമർശങ്ങളെയും ഈ പ്രതികരണങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? ശ്രീ ബ്രജേഷ്, മുതിർന്ന നേതാക്കളെ ട്യൂഷൻ കൊടുത്ത് എന്തു പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പി ജെ കുര്യനോളം മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ അപൂർവമാണ്. 80 വയസ്സ് കഴിഞ്ഞ പി ജെ കുര്യൻ അധികാര സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോഴില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ രീതികൾ, കോൺഗ്രസിൻ്റെ സംഘടനാ രീതികൾ, രീതിശാസ്ത്രം അടുത്ത് നിന്ന് ആവോളം കണ്ടിട്ടുള്ള ഒരാളാണ് പ്രൊഫസർ പി ജെ കുര്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെറും ഒരു വീൺവാക്ക് വരും എന്ന് വെറുതെ ചിന്തിക്കാനാവില്ല. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു വേദിയിലെ ചില പരാമർശങ്ങൾ വരും. മുൻപിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന രീതിയിൽ പറയുമ്പോൾ അത് പ്രഥമദൃഷ്ടിയ അതിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ എന്ന് കൃത്യമായി പറയുന്നു. അത് വീഡിയോ ഫുട്ടേജിൽ ഞാനും കേട്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനൊരു കാര്യം ഭംഗ്യാന്തരേണ പോലും പറയുമ്പോൾ ഇതുണ്ടാക്കുന്ന അനുരണങ്ങൾ, ഇതുണ്ടാക്കുന്ന ചലനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ചില പൊട്ടിത്തെറികളെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ഒരു പാരിറ്റിയിൽ പോവുകയാണ്. ഗ്രൂപ്പുകളില്ല എന്ന് തന്നെ പറയാം. ഒരു വെടിനിർത്തലിൻ്റെ അന്തരീക്ഷമുണ്ട്, ഒരു അമിറ്റിയുടെ അന്തരീക്ഷമുണ്ട്. ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ടീം UDF എന്നൊരു വികാരമുണ്ട്. കാര്യമായ പടലപിണക്കങ്ങൾ ഉപരിതലത്തിലില്ല. അപ്പോഴാണ് വേറിട്ട ചില സ്വരങ്ങൾ. കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ. അപ്പോൾ സുധാകരനോട് 3 പേരുകൾ പറയുകയാണ്. ശ്രീ KS നോട് 3 പേരുകൾ സജസ്റ്റ് ചെയ്യുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ KC വേണുഗോപാൽ, ശ്രീ VD സതീശൻ. ഇതിൽ ആരാണ് താങ്കൾക്ക് പ്രിയങ്കരൻ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ കെ സുധാകരൻ പറയുകയാണ് എനിക്ക് താല്പര്യം രമേശ് ചെന്നിത്തല. കാണാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? അതായത് രമേശ് ചെന്നിത്തല 4 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള, ഏറ്റവും ചെറുപ്പകാലത്ത് MLA ആയി, KSUയിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ AICCയിലടക്കം ഏറ്റവും ഒടുവിൽ പ്രവർത്തക സമിതിയിലേക്ക് അടക്കം അങ്ങനെ ഉള്ള ഒരു പ്രൊഫൈലുള്ള ഒരു നേതാവ് ഏറെക്കാലം KPCC അധ്യക്ഷനായാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുമ്പോൾ 2021 നമുക്കറിയാം അദ്ദേഹം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം. അവിടെ പ്രത്യേകമായ കോവിഡിന്റെ സാഹചര്യങ്ങൾ ഉണ്ട്. ഒരു ഭരണ തുടർച്ചയിലേക്ക് വന്ന സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം മാറ്റപ്പെട്ടത് ഒരു അപ്രതീക്ഷിതമായ ഒരു തീരുമാനം പോലെയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചാൽ തെറ്റ് പറയാൻ കഴിയുമോ? നോക്കൂ, ചില കാര്യങ്ങൾ കൂടി. സാമുദായിക നേതാക്കന്മാരെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുമ്പ് രമേശ് ചെന്നിത്തല ചെല്ലുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക അപ്പോയിന്റ്മെന്റ് വേണ്ട. പെരുന്നയിലേക്കായാലും കണിച്ചുകുളങ്ങരയിലേക്കും അദ്ദേഹം ചെല്ലുന്നു. സഭാ നേതൃത്വത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ലീഗിന്റെ പണക്കാട് അടക്കാലെ ലീഗുമായി ബന്ധപ്പെട്ട സാമുദായിക സംഘടനാ നേതാക്കളെ അദ്ദേഹം ചെന്ന് കാണുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നു. അപ്പോൾ രമേശ് അങ്ങനെ ഒരു സാധ്യത കണ്ടു കഴിഞ്ഞാൽ തെറ്റു പറയാൻ കഴിയുമോ ശ്രീ മോഹൻ വർഗീസ്? രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസുകാർക്കിടയിലും UDFനുള്ളിലും യാതൊരു തർക്കവുമില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ MLA ആയി, MP ആയി, മന്ത്രിയായി ഒക്കെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തിയ ഒരാളാണ്. അതുകൊണ്ട് VD സതീശനേക്കാൾ തീർച്ചയായും ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ഒരു പാരമ്പര്യം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. പക്ഷേ അതല്ല ഇവിടെ തീരുമാനം. കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം, ഒരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് പോകാനുള്ള ആരോഗ്യം കോൺഗ്രസിനില്ല. ആരോഗ്യമെന്ന് തന്നെ പറയുക കാര്യം ശരി. കാരണം ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായി ഈ ചില ചിന്തകൾ മറുപക്ഷത്തുണ്ടാകും. ഭൈമീകാമികർ അനേകമാണ് കോൺഗ്രസിൽ. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഈ താല്പര്യങ്ങളുള്ള എല്ലാവരുടെയും എനർജിയെ ഒരുമിച്ച് സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു ഹൈക്കമാൻഡ് ഫോർമുലയാണ് ഒറ്റപ്പെട്ട സ്വരങ്ങളിലൂടെ അട്ടിമറിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു കുടത്തിൽ നിന്നും ഭൂതത്തെ തുറന്നു വിട്ട ഒരു അനുഭവമല്ല. ഇങ്ങനൊരു ചർച്ച തന്നെ നമ്മളിപ്പോൾ ടെലിവിഷൻ ഡിബേറ്റിൽ ഇങ്ങനൊരു വിഷയം സംസാരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഇവിടെ 3 പരാമർശങ്ങളാണ് ഉണ്ടായത്. ഒരെണ്ണം കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന്, മറ്റേ പ്രൊഫസർ പി ജെ കുര്യൻ്റെ ഭാഗത്തു നിന്ന്, മറ്റൊന്ന് സലീം കുമാറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശത്തിന് ഒരു ഔപചാരികത കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ MLA അല്ല, MP അല്ല, വലിയ നേതാവല്ല. അദ്ദേഹം സഹയാത്രികൻ മാത്രമാണ്. പക്ഷേ അത് മാറ്റി നിർത്തി ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ
വളരെ പരിണിതപ്രജ്ഞനായ നേതാക്കളുടെ ഒരു പ്രസ്താവന അനവസരത്തിൽ വന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അതിനകത്ത് ഔചിത്യബോധം ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഒരു പെയിൻസ്റ്റേക്കിംഗ്ലി ക്രിയേറ്റഡ് ഒരു ഫോർമുലയുണ്ട്. ശ്രീ വി ഡി സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ എന്ന ബ്രാൻഡിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് സാമുദായിക നേതൃത്വത്തോട് പോലും രമേശിലേക്ക് മാത്രമല്ല ചുരുക്കുകയല്ല. സതീശൻ നോക്കൂ, 2021 അദ്ദേഹം അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവായി, പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഓരോന്നും നോക്കൂ. വളരെ കൃത്യതയോടും നിലപാടുകളോടും മുന്നോട്ട് പോകും. ഒരു ചാഞ്ചല്യവുമില്ലാതെ ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിൽ പോലും കർക്കശ നിലപാടോടുകൂടി മുന്നോട്ട് പോയൊരു നേതാവാണ് സതീശൻ. അങ്ങനെ കൂടി നോക്കുമ്പോൾ സതീശന് അതേസമയം എന്താണ് സാമുദായിക സംഘടനകൾ, ഹൈന്ദവ സമൂഹത്തിലെ 2 പ്രധാനപ്പെട്ട സമുദായ നേതാക്കന്മാർ ശക്തമായി എതിർത്ത് വിയോജിപ്പുകൾ പറഞ്ഞ സമയത്തോടും സമചിത്തതയോടുകൂടി പ്രതികരിച്ച ഒരു നേതാവാണ്. ആ ഒരു വൈഭവം തീർച്ചയായും സതീശന്റെ കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇതൊക്കെയും പറയുമ്പോഴും ഇതൊരു പോയിന്റായി അങ്ങ് പറയണം. പിന്നീട് ഈ നേതാക്കന്മാരൊക്കെ എന്താണ് ഡൽഹിയിലേക്ക് ചെല്ലുകയാണ് പട്ടിക ഉറപ്പിക്കാൻ. അവിടെയൊക്കെ തങ്ങൾക്ക് വേണ്ടിയുള്ള പേരുകൾ ഉറപ്പിക്കാനാണ് നീക്കം നടത്തിയത്. പാർലമെന്ററി പാർട്ടിയിൽ നാളെ ഒരു സമയത്ത് ഹൈക്കമാൻഡിന്റെ ചിട്ടവട്ടമനുസരിച്ച് ആളെണ്ണം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ MLA-മാരെ കേൾക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സാധ്യതകൾ ഇവരൊക്കെ കാണുകയാണ്. അത് നമുക്ക് തെറ്റു പറയാൻ കഴിയുമോ? ഈ 2 കാര്യത്തിന് കൂടി മറുപടി. ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവരവരുടെ തട്ടകം ബലപ്പെടുത്തുക, തങ്ങൾക്ക് പിന്തുണ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ, അതായത് നിയമസഭാ കക്ഷിയിൽ തങ്ങളെ അനുകൂലിക്കുന്ന ഭൂരിപക്ഷം പേരും ഉണ്ടാവുക, അല്ലെങ്കിൽ സൈസബിൾ നമ്പർ ഉണ്ടാവുക എന്ന് ആഗ്രഹിക്കുന്ന വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ ആഗ്രഹം എപ്പോഴാണ് പ്രശ്നമായി വരുന്നത്? തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനുള്ള തീരുമാനം ഏതെങ്കിലും രീതിയിൽ താഴെത്തട്ടിൽ പ്രാവർത്തികമായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെയും UDF-ന്റെ സർവനാശത്തിനാണ് കാരണം. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നേതൃത്വത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കുന്നില്ല. 2 പേരുടെയും, ഇവർ 2 പേരാണ് ഫോറണേഴ്സ്. ഇപ്പോൾ ഈ 2 പേരും തമ്മിലുള്ള ചക്രത്തെ പോരാട്ടം മൂക്കുമ്പോൾ ഒരു പക്ഷേ ഡൽഹിയിൽ നിന്ന് പറഞ്ഞിറങ്ങും എന്ന് പറയുന്ന അദൃശ്യമായ സാന്നിധ്യമാണ് കെ സി വേണുഗോപാലിൻ്റെത്. ഇപ്പോൾ നിലവിൽ രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു ഹരിപ്പാട് നിന്നും, വി ഡി സതീശൻ മത്സരിക്കുന്നു പറവൂരിൽ നിന്നും. ഈ 2 പേരിലേക്കാണ് ഇപ്പോൾ ചിന്ത ഒതുങ്ങുന്നത്. 2 പേരുടെയും ശൈലി തികച്ചും വ്യത്യസ്തമാണ്. ഒരു അഗ്രസീവ് നേതൃത്വം, വളരെ ചലനാത്മകമായ ഡൈനമിക് ഒരു നേതൃത്വം, പോരിന് വാടാ ദ്വാരകവീര എന്ന് വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് സതീശന്റെ രൂപത്തിൽ വന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അണികളിൽ വലിയ ആവേശമുണ്ടാവുകയാണ്. അതേസമയം ഒരുപക്ഷെ സതീശൻ പല ഡീലുകൾ, അഡ്ജസ്റ്റ്മെന്റുകൾ ഇതിനൊക്കെ ഒരുപക്ഷെ വിധേയപ്പെടാതിരിക്കാം. രമേശ് ചെന്നിത്തലയുടെ ഒരു ചാരുത എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക്കായിട്ട് പല വിഭാഗങ്ങളെ, ചില കമ്മ്യൂണൽ വിഭാഗങ്ങൾ, സഭകൾ, സമുദായങ്ങൾ എല്ലാത്തിനെയും ചേർത്ത് നിർത്താനുള്ള ഒരു സമവായത്തിന്റെ മുഖമായി രമേശ് ചെന്നിത്തലയെ നിർത്താം. അപ്പൊ 2 പേരുടെയും എനർജീസ് ഒരുപോലെ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാം. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പരമാവധി വോട്ടുകൾ നേടുക എന്നതാണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ടാണ് തെലങ്കാന മോഡൽ. അങ്ങ് പറയുന്ന ഈ 3ാമത് ഡൽഹിയിൽ നിന്നുള്ള വണ്ടി കേരളത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചർച്ചകൾ പോലും ഒരു അസമയത്താണെന്ന് പറയാം ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്. അതിന് കാരണക്കാരൻ PJ കുര്യനും അല്ലെങ്കിൽ K സുധാകരൻ. അതുകൊണ്ട് മാത്രമാണ്. കാരണം ജനം വിധി എഴുതിയിട്ടില്ല, ജനം തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എത്രയോ ബഹുദൂരം ഇനി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ചർച്ചകൾക്ക് പോലും ഒരു പ്രസക്തി ഉണ്ടോ എന്ന് അറിയില്ല. എങ്കിലും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ ദിവസത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞ 3ാമത്തെ ഒരു സാധ്യത, കാരണം കേരളത്തിൽ വിയർപ്പൊഴുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അല്ലെങ്കിൽ അണികളെ ചേർത്ത് പിടിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഹൈ പ്രൊഫൈൽ 2 നേതാക്കന്മാർ, അതിനപ്പുറത്തേക്ക് ഈ 3ാമത്തെ സാധ്യതയ്ക്ക് എന്തെങ്കിലും ഒരു ബലം നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു സാഹസത്തിനൊക്കെ മുതിരുമോ? ഈ വള്ളംകളിക്ക് അടനയമ്പ് പിടിക്കുന്നയാൾ പുറകിൽ നിന്നുകൊണ്ട് ദിശാബോധം നൽകുന്ന ഒരാളാണ്. ഈ തുഴക്കാരാണ് കൂടുതൽ ആഞ്ഞു തുഴയേണ്ടത്. ഇവിടെ തുഴക്കാരുടെ രൂപത്തിലുള്ളത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. അതോടൊപ്പം തന്നെ UDF-ന്റെ MLA-മാർ ആകാൻ മത്സരിക്കുന്നവരും. യഥാർത്ഥത്തിൽ മാറി നിന്നുകൊണ്ട് ഒരുപക്ഷെ ദിശാബോധം നൽകുന്ന ഈ ഘട്ടത്തിൽ പരമാവധി MLA-മാരെ ഹാൻഡ് പിക്ക് ചെയ്യാൻ ആത്യന്തികമായി പ്രേരണയായിട്ടുള്ളത് ശ്രീ കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിൻ്റെ സ്കീമിന് ഉപരിയായി കേരളത്തിൽ ഒരു UDF MLA, ഒരു കോൺഗ്രസ് MLA ഉണ്ടാവില്ല. അത് ഉറപ്പുവരുത്താൻ കെ സി വേണുഗോപാൽ കഴിയും. തനിക്ക് വേണോ വേണ്ടോ എന്നുള്ള 2ാമത്തെ കാര്യമാണ്. ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി ഒരു കൺസെൻസസ് ആവശ്യമായി വരും, ഒരു വേറിട്ടൊരു ചിന്ത ആവശ്യമായി വരും. ആ ഘട്ടത്തിൽ മാത്രമേ ഒരുപക്ഷെ കെ സി വേണുഗോപാലിന്റെ പേര് പരിഗണിക്കപ്പെടൂ. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇതിൽ ആരെങ്കിലും ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നിയമിക്കുകയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാവാത്തൊരു അന്തരീക്ഷം വരികയും
ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു നേതൃമാറ്റം എന്ന രീതിയിൽ, അല്ല എങ്കിൽ 3 വർഷം കഴിഞ്ഞ് പാർലമെന്റിലെ കാലാവധി കഴിയുമ്പോൾ ഒരുപക്ഷെ കെ സി വേണുഗോപാലിന് കേരള രാഷ്ട്രീയത്തിലേക്ക് കളം മാറി ചവിട്ടാൻ ഇവിടെ ചക്ക പോലെ കുഴയുകയാണെങ്കിൽ, ഇതെല്ലാം UDF അധികാരത്തിൽ വന്നാൽ മാത്രമുള്ള കാര്യങ്ങളാണ്. LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ ഡിബേറ്റിന് പ്രസക്തിയേ ഇല്ല. UDF അധികാരത്തിൽ വരികയും 3 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഉണ്ടാവുകയും മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത രീതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാക്കം പോവുകയും ചെയ്യേണ്ടി വന്നാൽ കെ സി വേണുഗോപാൽ എന്ന ഷുവർ ബെറ്റ് ഉണ്ട്. ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഒരു പേരും മുന്നോട്ട് പറയാത്തത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ VD സതീശന് 5 വർഷം മുൻപ് പ്രതിപക്ഷ നേതാവ് എന്ന നറുക്ക് വീണപ്പോൾ തന്നെ കെ സി വേണുഗോപാൽ എന്ന വ്യക്തി ഒരുപക്ഷെ ലേശം ചിന്തിക്കുന്നുണ്ടാവണം. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല യുഗം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മാറി നിൽക്കുന്നു. ഇതാ പുതിയ VD സതീശൻ യുഗം. രണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മുന്നണിയിൽ നിന്ന് നയിക്കുന്ന പ്രകടമായ മുഖം യഥാർത്ഥത്തിൽ പ്രചരണ കമ്മിറ്റി ചെയർമാൻ്റെ അല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. മുഖ്യമന്ത്രിക്ക് കൃത്യമായി മറുപടി പറയുന്ന മുഖം രമേശ് ചെന്നിത്തലയുടേതല്ല, കെ സി വേണുഗോപാലിൻ്റെതുമല്ല, അത് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. പാർലമെന്ററി ചരിത്രത്തിൽ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവാണ് ദ മാൻ ഇൻ വെയിറ്റിംഗ്. അതായത് ഷാഡോ ക്യാബിനറ്റിന്റെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്. ആ കടത്തിൽ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മുൻതൂക്കം ജൂനിയറെങ്കിലും താരതമ്യേന ജൂനിയറെങ്കിലും VD സതീശന് ലഭിച്ചേക്കാം. പക്ഷെ അതിനെ നള്ളിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളാണോ ഈ ഉന്നത നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്? അതിന് പിന്നിൽ ബാഹ്യ പ്രേരണയുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഒറ്റപ്പെട്ട പ്രസ്താവനകളെന്ന രൂപത്തിൽ, ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളെന്ന രൂപത്തിൽ കുര്യൻ സാറിൻ്റെയും ശ്രീ കെ സുധാകരൻ്റെയും പ്രസ്താവനകൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ആരാവും മുഖ്യമന്ത്രി എന്ന് കൃത്യമായ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിന് മത്സരിക്കാമായിരുന്നു. അതിനുള്ള ആരോഗ്യമില്ലാതെ വരുമ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാതിരിക്കുക, ജയിച്ചു വരട്ടെ, അതിനുശേഷം നിയമസഭാ സാമാജികരുടെ അഭിപ്രായങ്ങളോട് ചോദിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുകയും അത് ശിരസാ വഹിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ് വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ സാധ്യമാകുന്നത്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഫോർമുല ചവിട്ടിക്കുഴയ്ക്കാൻ ബോധപൂർവമാണോ ചവിട്ടിക്കലക്കാൻ 2-3 പേര് ശ്രമിച്ചിട്ടുള്ളത്? അതോ വീൺവാക്കുകളായി വന്നതാണോ? അതോ സാഹചര്യത്തിൻ്റെ തിരതള്ളലിൽ സംഭവിച്ചു പോയതാണോ എന്നതിനെക്കുറിച്ച് മാത്രമാകണം നമ്മുടെ ചർച്ച.